ഇന്ത്യൻ നയതന്ത്രം വിലപ്പോവാത്ത ഇടങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ നയതന്ത്രം ചൈനയെ ഒതുക്കുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ, ചില റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കാനും യോജിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചതായി ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് അറിയിക്കുന്നു. അതിർത്തി സംബന്ധമായി ചൈനയുമായുള്ള പ്രശ്നങ്ങളിൽ 75% പരിഹരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇത് ശരിവച്ചുകൊണ്ടാണ് ചൈനയുടെ പുതിയ പ്രസ്താവന. കിഴക്കൻ ലഡാക്കിൽ ഗാൽവൻ താഴ്വര ഉൾപ്പെടെ 4 സ്ഥലങ്ങളിൽ നിന്ന് സൈന്യം പിൻവാങ്ങി എന്നും അതിർത്തി മേഖലകളിലെ സ്ഥിതിഗതികൾ സുസ്ഥിരമാണ് എന്നും മാവോ നിങ് വ്യക്തമാക്കി. ഡയറക്ടർ വാങ് യി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിർത്തി വിഷയത്തിൽ ഉൾപ്പെടെ നടത്തിയ ചർച്ചകളിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യം ഇരുപക്ഷവും ചർച്ച ചെയ്തു. പരസ്പര ധാരണയും വിശ്വാസവും പുലർത്തി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഇതിനായി നല്ല രീതിയിൽ ആശയവിനിമയം തുടരാനും തീരുമാനിച്ചു. ഇന്ത്യയുടെ സൈന്യവും 4 മേഖലകളിൽ നിന്ന് പിൻവാങ്ങും എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തവും ഇരു രാജ്യങ്ങളുടെയും നിയന്ത്രണത്തിലാണ് എന്നും മാവോ നിങ് പറഞ്ഞു. അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങളിൽ 75% പരിഹരിച്ചതായും ഇനിയും 2 രാജ്യങ്ങൾക്കിടയിലും ധാരാളം ചെയ്യാനുണ്ട് എന്നും ജയശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നേരത്തെയും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ വളരെ അടുത്ത ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത്. 2020-ൽ ഒന്നിലധികം കരാറുകളുടെ ലംഘനമാണ് നടന്നത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലേക്ക് നിരവധി ചൈനീസ് സൈനികർ എത്തി. ഇതിന് മറുപടിയായി ഇന്ത്യയുടെ സൈനികരെയും അവിടേക്ക് മാറ്റേണ്ടതായി വരികയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിലെ 75% പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു എന്നും ജയശങ്കർ പറഞ്ഞിരുന്നു. നിയന്ത്രണ രേഖയിലെ തർക്കം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചാണ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഇനിയും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും പ്രശ്നപരിഹാരങ്ങൾ ഇതുവരെ നടത്തിയ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും 2 പക്ഷത്തിനും അവസരം ലഭിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ദൃഢമാക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടും. തർക്കബാധിത മേഖലകളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താനും ഇരുപക്ഷത്തു നിന്നും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാമെന്നും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചതായും വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. എന്നും ആജീവനാന്ത ശത്രുവാണ് ചൈന ഇന്ത്യക്ക്. ചൈനയുമായുള്ള നിരവധി പ്രശ്നങ്ങളിൽ പല രീതിയിൽ പരിഹാരം കാണാൻ സാധിച്ചിട്ടും സ്മൂത്തായിട്ടുള്ള ഒരു ബന്ധം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ വരുന്നത് നല്ല സൂചകമാണ് എന്ന് ചിന്തിച്ചാൽ പോലും ചൈനയെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന ആ ഒരു പരമാർത്ഥവും ഇന്ത്യ തള്ളിക്കളയുന്നില്ല. ന്യൂസ് ഡെസ്ക് കർമാനസ്. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.